ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു അട്ടപ്പാടി യാത്രയാണ്. അതും വല്യമ്മാനെ കൂട്ടിയിട്ടാണ് പോകുന്നത്. അത് ഞങ്ങൾ എല്ലാവരും വല്യമ്മയും മൂത്തമ്മയും ഉമ്മയും ഞാനും പിന്നെ നമ്മളെ കാക്കും പിന്നെ ഇരിക്കും. ഞങ്ങൾ ഇത്ര ആൾക്കാരാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങളിതാ പുറത്തെത്തി കാറ് കയറാണ്. കാക്കു മുന്നിൽ തന്നെ കയറിയിട്ടുണ്ട്. പിന്നെ ഞാനും അവൻ്റെ അടുത്ത് തന്നെ ഇരുന്നു. ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 3 മണിക്ക് ശേഷമാണ് ഞങ്ങൾ പോകുന്നത്. 3 മണി കറക്റ്റ് 3 മണി ആയിക്കണ്. പിന്നെ വലിയമ്മ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ കുരങ്ങന്മാരെ കാണണം എന്ന് പറഞ്ഞില്ല പൂതി കൊണ്ടാണ് ഈ പോരുന്നത്. ആളാണെങ്കിൽ വണ്ടി കയറി അപ്പോൾ ക്ഷീണിക്കുന്ന ആളാണ്. ഇത് പിന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് പോയതൊന്നല്ല. ഞങ്ങൾ പെട്ടെന്ന് വീട്ടുകാർ മാത്രം പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞു. ഞാനും വിരുന്ന് വന്നിക്കാണ്, മൂത്തമ്മയും വിരുന്ന് വന്നിക്കാണ്. അപ്പോൾ പിന്നെ നമ്മൾ വൈകുന്നേരം ഇങ്ങനെ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയതാണ്. റോഡ് പണി കാരണം ആദ്യമൊക്കെ വണ്ടി ഭയങ്കര സ്ലോ ആയിട്ട് പോകുന്നു. മണ്ണാർക്കാട് എത്തോളം ഇത് റോഡ് പണി തന്നെയാണ്. പിന്നെ ഞങ്ങളിതാ മണ്ണാർക്കാട് എത്തിയിട്ടുണ്ട്. അപ്പോൾ മറ്റവൻ അവിടെ എല്ലാവർക്കും റോഡ് ഏതൊക്കെയാണ് പറഞ്ഞു കൊടുക്കാറുണ്ട്. മണ്ണാർക്കാട് എത്തിയപ്പോൾ കാക്കു ഇതാ ഉറക്കം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാക്കുന്ന് ഉച്ചക്ക് ഉറങ്ങിയിട്ടുണ്ടായില്ല. അപ്പോൾ ഉറങ്ങാണ്. കുറേ നേരമായി മല ഇങ്ങനെ വിട്ടു നിന്ന് കാണുന്നു. അപ്പോൾ അത് എടുത്തെത്താനായ പോലെ, കാരണം ചുരം കയറാൻ സമയമാണ്. പിന്നെ കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഫുള്ള് സ്ഥലത്ത് റോഡ് പണിയാണ്, ആകെ പൊടി കഴിഞ്ഞു. ഞങ്ങൾ അന്ന് വന്നത് വലിയൊരു മാന്. എത്ര ഉണ്ട് ചോദിച്ചാൽ അതിന്റെ എത്ര ഉണ്ട് അറിയോ? ചെറിയ വലിപ്പുണ്ട് മാന്. എന്നിട്ട് ആ മാന് ഞാൻ കരുതി പോത്താന്ന് വിചാരിച്ച് നോക്കിയപ്പോ മാനാണ്. മാൻ ഒറ്റ എവിടക്കറിയോ മാന്റെ വീട്ടിക്ക്. അപ്പൊ അതാ സൂര്യകാന്തി ചെടി. കൊമ്പ് കുച്ചിടണോ? പൂളക്കൊമ്പ് കണ്ടിട്ട് സൂര്യകാന്തി ആണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഇവിടെ. കാക്കു കീരിനെ കണ്ടോ? എന്തൊരു തലമുട്ടിയില്ലേ? ചായ കുടിച്ച് പോണോ? അവിടുന്ന് കിട്ടൂല. ഇറങ്ങിയതാകുമ്പോ എമ്പക്ക് പോണ്ടേ നമ്മള്? വെള്ളച്ചാട്ടത്തിക്കോ? ചെക്ക് പോസ്റ്റ് എത്തി. ചെക്ക് പോസ്റ്റിലെത്തി. അട്ടപ്പാടി ഇതിക്ക് നോക്കി ചുരം കയറല്ലേ? മോളിലൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ചുരം കയറിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പുറത്ത് ഓല് മല ഇതുവരെ വിട്ട് നിന്നിട്ടാണ് കണ്ടിരുന്നത്. അപ്പോൾ അടുത്തുനിന്ന് കണ്ടപ്പോൾ അതിൻ്റെ പൊലിവിൽ അത് നോക്കിയിട്ടിരിക്കുകയാണ്. പിന്നെ വല്യമ്മ അങ്ങോട്ട് പോരാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ കുരങ്ങനെ കാണാനാണ്. ഇതിൻ്റെ പൂതി കൊണ്ട് മാത്രമാണ് ആളിപ്പോൾ പോരുന്നത്. ഏത് എങ്ങോട്ടാ പോണേ? അതല്ലേ അയിക്കൂടെ പോയേ. കൊരങ്ങനെ കാണോ നമ്മള്? കാണോ? കൊരങ്ങനെ വിളിച്ചാ വലിയ വെള്ളച്ചാട്ടം. വെള്ളച്ചാട്ടമൊക്കെ വലുതേനു. പക്ഷേ ഇപ്പം മഴ 2 ദിവസം കുറവുണ്ടായതുകൊണ്ട് വെള്ളം ഉണ്ടായില്ല, ചെറുതായിട്ടുള്ളൂ ഉണ്ടായിരുന്നത്. മമ്മ ഇറങ്ങ്. നിങ്ങളെങ്ങട്ടാ മമ്മ? കൊരങ്ങനെ കാണാനോ? കൊടുക്കണ്ടോ?
കൊരങ്ങനെ കണ്ടോ? മറ്റയാൾക്ക് കൊടുക്കാൻ 2 ബിസ്ക്കറ്റ് കൈ പിടിച്ചിന്. പക്ഷെ ചെന്നപ്പാണ് ഇഷ്ടം പോലെ ഉണ്ട്. കൊടുത്താ പിന്നാലെ മറ്റവനാണെങ്കിൽ ചീത്താറിനുണ്ട്, പിന്നാലെ വരുന്നതാണ്. അങ്ങനെ ഓരെ കണ്ടു വന്നിട്ട് പിന്നെ ഞങ്ങൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് തന്നെ എത്തി. പക്ഷേ ഇമ്മമ്മ പോയിങ്ങാണ്ട് ഉണ്ടായിട്ട് വെള്ളം എടുത്താണ് മുഖം കഴുകിയിരിക്കണു. അപ്പോൾ അതിന് മറ്റുപോലൊക്കെ ചീത്താറിനുണ്ട്, ജലദോഷം എന്തെങ്കിലും ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടെ വരികയാണെങ്കിൽ മഴയുള്ള സമയത്ത് വരണം, കാരണം ആ ടൈമിൽ നല്ല വെള്ളം ഉണ്ടാവും. എല്ലാവരും വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും സ്ഥലം. അങ്ങനെ ഞങ്ങൾ മറ്റേ ചുരത്തിൻ്റെ മുകളിലേക്ക് പോവുകയാണ്. 10ാം വളവൊക്കെയാണ് ഇപ്പോൾ നമ്മളെ ലക്ഷ്യം. കുറേ നേരമായി വെള്ളം ചാടുന്ന സൗണ്ട് ഇങ്ങനെ കേൾക്കണം. അപ്പോൾ അത് എവിടുന്നാണെന്നുള്ളത് ഓര് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഓർക്ക്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് ഗായ്സ്, 10ാം വളവ്. ഇവിടെ എല്ലാവരും പോയിട്ടുണ്ടാവും. ഞാൻ 2ാമത്തെ പ്രാവശ്യമാണ് ഇങ്ങോട്ട് പോകുന്നത്. ഒരു പ്രാവശ്യം രാത്രിയാണ് വന്നിരിക്കുന്നത്. അന്നും അല്ലാതെ ഒന്നും കാണാനൊന്നും പറ്റിയിട്ടുണ്ടായില്ല. ഈ കുരങ്ങന്മാര് കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ഇപ്പൊ ഇത് 2ാമത്തെ പ്രാവശ്യമാണ്. കജ്ജിലെന്തെങ്കിലും മെച്ച വണ്ടി ചാട്ടപ്പോ തന്നെ പറയാം. അതല്ലാതെ കളിച്ചത് ഇവിടെ എന്താ കാശ് കാണാനും മാത്രമായിട്ട് ഒന്നുമില്ല. കാരണം ഇങ്ങനെ ഇവിടെ വന്ന് ഈ മതിലിൻ്റെ അവിടെ നിൽക്കണം. അവിടെ 2 കച്ചവടക്കാരും ഉണ്ട്. ഈ വ്യൂ ഇങ്ങനെ കണ്ടിരിക്കുക, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇതിനാണ് എല്ലാവരും ചുരം കയറി വരുന്നതെന്ന് ആലോചിക്കുമ്പോൾ ചിരി വരികയാണ്. ഇതെന്താ സംഭവം ചോദിച്ചാലേ, കുരങ്ങന്മാരോടുള്ള സ്നേഹം മൂത്ത് ഇമ്മമ്മ ചെന്നുങ്ങാണ്ട് പൂച്ചക്കുട്ടികളെ ഉയിഞ്ഞു കൊടുക്കണ പോലെ കുരങ്ങൻ്റെ മുതുകിൽ ഉയിഞ്ഞിക്കണ്. അതിന് ദേഷ്യം വന്ന് ഞങ്ങളെ മേത്തേക്കൊക്കെ ചാർന്നിട്ട് സംഭവം അതിനല്ല തൊട്ടിക്കണം, അതിൻ്റെ പെണ്ണുങ്ങളെ തൊട്ടിക്കണം. അവിടെ അതിന് ഇത്ര ദേഷ്യം. കൊരങ്ങനെ തോണ്ടിയോ? ഓ അതിനെ തൊട്ടാ പിന്നെ എങ്ങനെയത്? അവിടെ എല്ലാവരും ഫുഡ് കിട്ടുമെന്നില്ല തിരക്കിൽ നിൽക്കുമ്പോൾ ഇവിടെ ഒരാൾ ഇതാ ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെ ഇത് പൊട്ടിച്ചാന്നുള്ളത് നോക്കി നിൽക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ നോക്കുകയാണ്. അപ്പോൾ ഞാൻ വീടെടുക്കണ കണ്ടപ്പോൾ നേരെ അതിൻ്റെ മേലെ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോവാൻ നിൽക്കുകയാണ്. ഇനി ചായ കുടിക്കാനാണ് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിലൊരു കട ഉണ്ട്, അപ്പം അങ്ങോട്ടാണ് പോവാ. കുരങ്ങളെ കണ്ടേ നമ്മള് എത്തണോ? കൊറേ കണ്ടു. ഇഷ്ടായോ? ഇഷ്ടായോ? കടിച്ചൂലേ? എല്ലാം ഇഷ്ടായോ? മമ്മ ഇതിനെ തൊട്ടുകല്ലേ? ഈ മമ്മ എന്താ കുരങ്ങനെ കാട്ടിയത്? മമ്മ തൊട്ടില്ലേ? കൊച്ചോനെ വന്നില്ലേ? പേച്ചൂലേ? കാക്കു പേച്ചോ? കാക്കുന് പേടിയില്ല? എന്ത് കാക്കുന്റെ കട? ഏത് ഹോട്ടൽ ഹരിത്? അങ്ങനെ ഞങ്ങൾ ചായ കുടിച്ചാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ്. ഇവന് ഇവിടേക്ക് ഇടക്ക് വരലുണ്ട്. ഇടക്ക് എന്ന് പറഞ്ഞാൽ ഒരു മാസത്തിൽ 5-6 വട്ടമെങ്കിലും ഇവന് അട്ടപ്പാടി എത്തിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഓന് ചായ ഇവിടുന്ന് കുടിക്കരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കയറ്റിയേക്കാണ്. ഞാൻ വീഡിയോ എടുത്ത് ചെല്ലണ കണ്ടപ്പോൾ അവിടെ 2 ആളുണ്ടായിരുന്നു. ഓല് കഴിഞ്ഞ് വീഡിയോക്കൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ പിന്നെ വല്ലാതെ പോലെ സൂം ആക്കിയില്ല, ആരും അല്ലേ വീഡിയോ ഓഫാക്കി. കോൺഗ്രസിന്റെ പരിപാടിക്ക് ആളറിയാത്ത പകുരെന്താണ്ട് ചായ കയറിയപ്പോ സെല്ലിനെ പരിചയമില്ല ആരും. പക്ഷെ സംഭവം ആരാന്നുള്ളത് ഓനക്ക് മനസ്സിലായിട്ടില്ല. അട്ടപ്പാടി റോട്ട് കൂടെ കണ്ണാൻ ചിമ്പിയാലും കറക്റ്റ് നരസിമുക്കാണ് എത്തും. കാണോ ആടെ കണ്ടോ?
ഞങ്ങളയച്ചിട്ട് പരീക്ഷിച്ചത്. മൂന്ന് മക്കളും പേരമകളും ഇൻഷുറൻസ് കിട്ടൂലേ നമ്മള് മരിച്ചാലും വേണ്ടേ ഇനി കാണുമ്പോ പോയിക്കോ സ്ട്രൈറ്റ് റോഡാണ്. ഇതാണ് കണ്ണുമ്പിയല്ലേ. കൃഷിയല്ല കൃഷി പറഞ്ഞ കഴിക്കൂല. കണ്ടോ കാറോ അല്ല കയ്യിലെന്താ? അതേതാ വണ്ടി പറഞ്ഞു കൊടുത്താ ഇപ്പൊ കാണുന്നത് കേട്ടോ. ഇപ്പോഴോ കാറ് കാണിച്ചു കൊടുത്താ അതെ അതിന്റെ പേരെന്താ? ഇതിന്റെ പേര് കാറ്. അതെന്ത് വണ്ടിയാ കാക്കോ? പുതിയ കാറോ? പാത്തുമാന്റെ അല്ലേ? ഞങ്ങളുടെ പോണ്ടേ വീട്ടിലേക്ക് പോകൂല. അത് ഞങ്ങൾ അവിടുന്ന് നരസിമുക്ക് എന്ന സ്ഥലത്തേക്കാണ് പോണത്. വീട്ടിൽ പോകാനൊക്കെ എതിനെ പിന്നെ ഓന് ഇവിടെയും പാടെ പോവാന്ന് പറഞ്ഞു പോരാണ്. ചായക്കട തുറക്കാനായില്ലല്ലോ. എത്തി അങ്ങനെ ഞങ്ങൾ പറയപ്പെട്ട സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ആണെങ്കിലോ പെരും കാറ്റാണ്. ഒരു ഒഴിഞ്ഞ പ്രദേശം. പക്ഷേ ആൾക്കാരുണ്ട്, ടൂറിസ്റ്റ് ഏരിയ പോലെ ഇങ്ങനെ ഒഴിഞ്ഞ ചെറുക്കന്മാർ ചില ഫാമിലീസൊക്കെ വന്നുകൊണ്ട് അവിടെ ഇവിടെ ഒക്കെ നിൽക്കുന്നുണ്ട്. പെരും കാറ്റായിരുന്നു. അത് ഞങ്ങൾ ഒരു ചെറിയൊരു വഴി ഉണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോവാൻ. അങ്ങനെ ഞങ്ങൾ അതിലേക്ക് കയറുകയാണ്. പിന്നെ ഒഴിഞ്ഞൊരു സ്ഥലം, നല്ല കാറ്റ്, നല്ല തണുപ്പ്. നമ്മൾ അതിൻ്റെ തട്ടൊക്കെ പാറുമ്പോൾ തന്നെ അറിയാം അവിടെ എത്രത്തോളം കാറ്റുണ്ടെന്ന്. ഫോണൊക്കെ വീടെടുത്തോ ഫോണൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ രീതിയിൽ കാറ്റുണ്ടായിരുന്നത്. ഞാനും കാക്കും കുറച്ച് നേരം കാറ്റും കൊണ്ട് ഇങ്ങനെ നടന്നു. വീഡിയോയിൽ കാറ്റിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടാവും. നല്ല കാറ്റുള്ള സ്ഥലം കഴിച്ച് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. വീഡിയോയിൽ കാണുമ്പോൾ അത്ര ക്ലിയർ ഇല്ല, പക്ഷേ അടിപൊളിനും കൂടി നല്ല കാറ്റും. പിന്നെ ഇവിടെ ഫുള്ള് ആദിവാസികളെ വീടല്ല, അവരെ കൃഷി കാര്യങ്ങളാണ് കൂടുതലായിട്ടുള്ളത്. കുറേ ആൾക്കാരൊക്കെ കണ്ടിരുന്നു, ആദിവാസികളാണെന്ന് തോന്നുന്നത് കേട്ടോ. കാക്കു സ്ഥലം ഇഷ്ടായോ? പൂപ്പര ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ ആരും ഉണ്ടായില്ല. പിന്നെ ദൂരത്തുനിന്നൊക്കെ ആൾക്കാർ ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ അതിൽ കൂടി ഇങ്ങനെ കുറേ ദൂരം ഉണ്ട് തോന്നുന്നു. പിന്നെ ഞങ്ങളൊന്നും കൂട്ടാതെ കാക്കു മുന്നിൽ തന്നെ നടന്നിട്ടുണ്ടായിരുന്നു. നമ്മളൊക്കെ ആരതാ താഴത്ത് അവിടെ ഉണ്ട്. കാക്കൂര് ഗൈസ് നല്ല ഇഷ്ടപ്പെട്ടിരിക്കണ സ്ഥലം. ഓന് ഭയങ്കര ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇതെന്തിനാ ഇതിന്റെ തല ഞങ്ങൾ സ്കൂൾക്ക് പോയിരുന്നൊക്കെ ഇങ്ങനെ തൊലിച്ച് തിന്നാനോ? മൂത്തമാരെ നൊസ്റ്റാൾജിയൊക്കെ കേട്ടുകൊണ്ട് ഞങ്ങൾ ഇതാ തിരിച്ചു പോവാൻ വേണ്ടി നിൽക്കുകയാണ്. കോട മൂടലെടുത്തി കൃഷികൾ, വയൽ തോപ്പുകൾ, കണ്ണാടികൾ,
തെങ്ങൊക്കെ ഹായ് തെങ്ങുകൾ മേത്ത് എത്താവും വരുന്നുണ്ട്. നമ്മള് സ്പീഡ് പോണോ? നമ്മള് കുത്തോ? അമ്പനെ അറക്കും ഞമ്മള്. വില്ലകള് പണി റിസോർട്ടുകൾ ഓരോ വില്ലകളാണ്. കണ്ടോ മതില് പ്രത്യേകം തരത്തിലുള്ള പടവുകൾ. അതിനുള്ള കൂടെ അല്ല, അത് ആദ്യം പടുത്തുകാണ്ട് പിന്നെ ഗ്രില്ലിട്ടുക. എന്തുണ്ട്? അങ്ങനെ കുറേ കൃഷികളും കാര്യങ്ങളൊക്കെ കണ്ട് ഞങ്ങൾ ഇതാ ചുരം ഇറങ്ങി തിരിച്ച് പോവാണ്. ബച്ചിയും വേണോ? ഏതായാലേ അതോട്ടെ. കാക്കുന് ചീര വാങ്ങി. ഞമ്മക്ക് ഇനി മന്തി കഴിക്കാൻ പോവാ. മന്തി തിന്നാൻ പോവാ. അങ്ങനെ ഞങ്ങൾ ചീരൊക്കെ വാങ്ങിയിട്ട് അടുത്ത് ഞങ്ങൾ പോണത് ഫുഡ് കഴിക്കാനാണ്. ഇത് കോട്ടപ്പാടത്ത് തന്നെ ഒരു കടയാണ്, അലിഫ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇത് നമ്മളെ ഫ്രണ്ടിൻ്റെ കടയാണ്, എൻ്റെ ചങ്ങാതിൻ്റെ കടയാണ്, ഓൻ്റെ ചങ്ങാതിൻ്റെ കടയാണ്. അപ്പോൾ ആദ്യം ഞങ്ങൾ വിളിച്ച് പറഞ്ഞിരുന്നു ഞങ്ങൾ വരുന്നുണ്ട്, അപ്പോൾ ഫുഡ് എടുത്തേക്കാൻ പറഞ്ഞു. എല്ലാവരും നല്ല ക്ഷീണത്തിലേനു. ഇമ്മമ്മൊക്കെ നല്ല ക്ഷീണിച്ചിരുന്നു. അതാണ് നമ്മളെ കടമുതലാളി. ഇവിടെ ലൈവ് പൊറാട്ടയും ചിക്കനും അത് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് വന്നേ. പിന്നെ ഞങ്ങൾ അപ്പോൾ പൊറാട്ട കഴിക്കാനുള്ള മൂടൊന്നും ഉണ്ടായില്ല. ഞങ്ങൾ അൽഫാം മന്തിയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഇതാണ് നമ്മളെ കട വരുന്നത്. ഇത് കറക്റ്റ് ലൊക്കേഷൻ എവിടെ വെച്ചാൽ കോട്ടപ്പാടം സ്ഥലത്താണ്. മണ്ണാർക്കാട് പോകുന്നവർക്ക് എന്തായാലും കാണാൻ പറ്റും. ഇപ്പോൾ ഇതിനെ വരുന്നവർ എന്തായാലും ഇവിടെ കയറണമെന്ന് കട മുതലാളി പ്രത്യേകം പറയാൻ പറഞ്ഞിരിക്കണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഗായ്സ്. അപ്പം നമ്മുടെ കുഞ്ഞു വ്ളോഗ്, യാത്രേൻ്റെ ഒരു വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബായ്.